നമസ്തേ. നീറ്റ് 2025 ഓൺലൈൻ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 2025 ഫെബ്രുവരി 7 മുതൽ 2025 മാർച്ച് 7 വരെയാണ് അപേക്ഷ അയക്കുവാനുള്ള സമയമുള്ളത്. ഓൺലൈനായി അയക്കുന്ന അപേക്ഷയിൽ നിങ്ങൾക്ക് തെറ്റുകൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യുവാനുള്ള, തിരുത്തുവാനുള്ള അവസരം മാർച്ച് 9 മുതൽ മാർച്ച് 11 വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സിന് നിങ്ങൾക്ക് ക്ലിയറായി കുറവുള്ളതോ ബ്ലറായിട്ടോ ഉള്ള ഡോക്യുമെൻറ്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റുവാനുള്ള അവസരം NTA തന്നെ തരുന്നതായിരിക്കും. NTA അത് നിങ്ങൾക്ക് മെയിലായിട്ടോ മെസ്സേജായിട്ടോ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സുകൾ SSLC സർട്ടിഫിക്കറ്റ്സ്, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 10 വിരലിൻ്റെ ഇംപ്രഷൻ, സിഗ്നേച്ചർ, ID പ്രൂഫായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങൾ എക്സാമിന് കൊണ്ടുപോകുന്ന ID പ്രൂഫ് തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും ഒന്ന് തന്നെയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്താൽ മതി. എന്നാൽ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും രണ്ടും രണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഡോക്യുമെൻറ്റ്സ് ഒറ്റ PDF ആയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. SC ST വിഭാഗത്തിൽ പെടുന്നവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റും OBC വിഭാഗത്തിൽപ്പെടുന്നവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരിൽ EWS സാമ്പത്തികമായി പിന്നോക്കമുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ ലഭിക്കുന്നവരാണെങ്കിൽ EWSൻ്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. EWSൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ല അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പർപ്പസ് ആയിട്ടുള്ള തഹസിൽദാർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് EWSൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. വില്ലേജ് ഓഫീസർ തരുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. നീറ്റ് എന്നുള്ളത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് തഹസിൽദാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് OBC വിഭാഗത്തിൽപ്പെട്ട നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും തഹസിൽദാർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നീറ്റിന് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അത് എലിജിബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയില്ല. OBC റിസർവേഷൻ ലഭിക്കത്തില്ല. നിങ്ങൾക്ക് OBC റിസർവേഷൻ വേണമെന്നുണ്ടെങ്കിൽ തഹസിൽദാർ നൽകുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതുപോലെ SC ST വിഭാഗത്തിൽപ്പെട്ടവരും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അവർക്ക് സ്റ്റേറ്റിൽ നിന്നോ സെൻട്രലിൽ നിന്നോ ഇല്ലാതെ തന്നെ തഹസിൽദാർ തന്നെയാണ് 2 പർപ്പസിനുമുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നത് കൊണ്ടും അവർക്ക് ഏതായാലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാവും. പിന്നെ ഡിസബിലിറ്റി ഉള്ളവർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, UDID കാർഡ് ഉള്ളവരൊക്കെ അതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അപേക്ഷ സമയത്ത് തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്. അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഫോൺ നമ്പരും 2 ഇമെയിൽ ID ഉണ്ടായിരിക്കണം. ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഈ 2 ഫോൺ നമ്പറിനകത്ത് 2 ഇമെയിൽ IDക്കകത്തും നിങ്ങൾക്ക് OTP വരുന്നതായിരിക്കും. അതുകൊണ്ട് 2 ഫോൺ നമ്പർ വർക്കായിട്ടുള്ളത് തന്നെ, കട്ടാവാത്ത തന്നെ 2 ഫോൺ നമ്പരും നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന 2 ഇമെയിൽ IDയും തന്നെ ഇതിനകത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. 2 ഫോൺ നമ്പറിനകത്തും 2 ഇമെയിൽ IDക്കകത്തും നിങ്ങൾക്ക് 2 തവണയായിട്ട് OTP വരുന്നതാണ്. ഈ 2 ഫോണിനകത്തും 2 മെയിലിനകത്തും വരുന്ന OTPകൾ ഇതിനകത്ത് അപേക്ഷയിൽ അടിച്ചു കൊടുത്താൽ മാത്രമേ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൂടാതെ നിങ്ങളുടെ ആധാറിനകത്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയിരിക്കുകയും വേണം. ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിനകത്ത് നിങ്ങൾക്ക് ആധാർ OTP വരുന്നതും ആ ആധാർ OTP ആപ്ലിക്കേഷനകത്ത് എൻ്റർ ചെയ്യേണ്ടതുമാണ്. ആധാറിനകത്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിൽ പോയി ആധാറിനകത്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. ആധാറിനകത്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 4 മണിക്കൂർ കൊണ്ട് ആധാറിനകത്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയി കിട്ടുന്നതായിരിക്കും. അതല്ല നിങ്ങളുടെ ബയോമെട്രിക്കോ ഫോട്ടോയൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ആധാറിനകത്ത് 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ചിലപ്പോൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആവാൻ സമയമെടുത്തിരിക്കും. അതുകൊണ്ട് ഒരു അപ്ഡേഷനുകളും തൽക്കാലം ആധാറിനകത്ത് ചെയ്യാതെ ആധാറിനകത്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തവർ മൊബൈൽ നമ്പർ മാത്രം അപ്ഡേറ്റ് ചെയ്താൽ
4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ആധാറിനകത്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയി കിട്ടുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ പേര്, നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾ പേര് കൊടുക്കേണ്ടത് SSLC സർട്ടിഫിക്കറ്റിനകത്ത് ഉള്ളതുപോലെയാണ് കൊടുക്കാൻ NTA പറഞ്ഞിരിക്കുന്നത്. എന്നാൽ SSLCക്കകത്തും ID പ്രൂഫിനകത്തും ആധാറിനകത്തും തമ്മിൽ നിങ്ങൾക്ക് പേരിനകത്ത് വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ, SSLCക്കകത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാറിനകത്തുള്ളതുപോലെ നിങ്ങളുടെ ID പ്രൂഫിനകത്തുള്ളതുപോലെ പേര് കൊടുത്ത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നതായിരുന്ന രീതിയിൽ നിങ്ങൾ അപേക്ഷയ്ക്ക് പേര് കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ ID പ്രൂഫിനകത്തും SSLCക്കകത്തും രണ്ട് രീതിയിലുള്ള പേരാണെന്നുണ്ടെങ്കിൽ ID പ്രൂഫിനകത്തുള്ളതുപോലെ പേര് കൊടുത്താൽ നിങ്ങൾക്ക് എക്സാം ബുദ്ധിമുട്ടില്ലാതെ എഴുതാവുന്നതാണ്. എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അഡ്മിഷന് എന്തെങ്കിലും വിഷയം വരുവാണെങ്കിൽ 1 and same സർട്ടിഫിക്കറ്റ്, തഹസിൽദാരുടെ 1 and same സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ മതിയാവും. അതല്ല SSLCക്കകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ SSLC സർട്ടിഫിക്കറ്റ് തിരുത്താൻ കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ആധാറിനകത്താണ് നിങ്ങളുടെ പേര് തെറ്റുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ SSLCക്കകത്തുള്ളതുപോലെ തന്നെ ആധാറിനകത്ത് കറക്ഷൻ ചെയ്യേണ്ടതാണ്. ആധാറിനകത്ത് പേര് തിരുത്തുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും നിങ്ങൾക്ക് ആധാറിനകത്ത് പേര് അപ്ഡേറ്റ് ആയി വരാൻ എടുക്കുന്നതായിരിക്കും. അതിൽ കൂടുതൽ സമയം ആധാറിനകത്ത് പേര് തെറ്റുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ആയി വരാൻ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ നീറ്റ് അപേക്ഷ അയക്കുവാൻ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് നീറ്റ് അപേക്ഷ സമർപ്പിക്കുവാൻ നോക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തിരുത്തിപ്പോയി കറക്റ്റായിട്ട് അപേക്ഷ അയക്കുവാൻ സാധിക്കുന്നതാണ്. ജനന തീയതി, ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര് എന്നിവയെല്ലാം SSLC സർട്ടിഫിക്കറ്റിനകത്ത് ഉള്ളതുപോലെ തന്നെ കൊടുക്കുക. റിസർവേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. OBC ആണോ, SC ആണോ, ST ആണോ, ജനറൽ ആണോ, EWS വിഭാഗത്തിൽപ്പെടുന്നവരാണോ എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. ഈ കൊടുക്കുന്ന സമയത്ത് തന്നെ EWS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തഹസിൽദാർ നൽകിയ സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ നമ്പർ, ഇഷ്യൂ ചെയ്ത ഡേറ്റ്, ഇഷ്യൂ ചെയ്ത അതോറിറ്റി ഏതാണ് എന്നെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതേപോലെ OBC റിസർവേഷൻ ഉള്ളവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നൽകിയത് ആരാണ്, നൽകിയ അതോറിറ്റി ഏതാണ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഏതാണ്, ഇഷ്യൂ ചെയ്ത നമ്പർ ഏതാണ് എന്നെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കണം. SC ST കാര്യം ഇതേപോലെ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ്, ഇഷ്യൂ ചെയ്ത നമ്പർ, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, ഇഷ്യൂ ചെയ്ത അതോറിറ്റി ഇതെല്ലാം ഫില്ല് ചെയ്യേണ്ടതാണ്. അടുത്ത ഡിസബിലിറ്റി ആണെങ്കിൽ, നിങ്ങളൊരു ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡിസബിലിറ്റിയുടെ കോളത്തിൽ S എന്ന് രേഖപ്പെടുത്തുകയും അതിൻ്റെ ഡീറ്റെയിൽസുകൾ എത്ര ശതമാനം ഡിസബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതും അതിൻ്റെ ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വരുമാനത്തിന് ആനുവൽ ഇൻകം എന്നുള്ളൊരു കോളമുണ്ട്. ഇത് നിങ്ങൾക്ക് നീറ്റ് എക്സാമിൻ്റെ യാതൊരുവിധ റിസർവേഷനെയും ബാധിക്കുന്നതല്ല. അതൊരു മാൻഡേറ്ററി കോളം ആണെങ്കിലും അത് ജസ്റ്റ് ഒരു ഡാറ്റാബേസിന് വേണ്ടി മാത്രം ഫില്ല് ചെയ്യേണ്ട ഒരു ഇതാണ്. നിങ്ങളുടെ അഡ്മിഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഡാറ്റാബേസ് കളക്ഷന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒരു കോളമാണ് ഈ വരുമാനത്തിൻ്റെ. അടുത്ത എക്സാം സെൻറ്റർ ആവശ്യമുള്ള 3 നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 സെൻറ്ററുകൾ നിങ്ങൾക്ക് എക്സാം സെൻറ്ററായിട്ട് കൊടുക്കാവുന്നതാണ്. എക്സാം സെൻറ്ററായിട്ട് കൊടുക്കുന്ന ജില്ല നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടോ പ്രസൻ്റ് ആയിട്ടോ അഡ്രസ്സ് ഉണ്ടായിരിക്കണമെന്നില്ല. കേരളത്തിലെ ഒരു പ്രസൻറ്റ് അഡ്രസ്സുള്ള നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും എക്സാം എഴുതാവുന്നതാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിലാണ് നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എറണാകുളം ജില്ലയിലാണ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ എറണാകുളം ജില്ലയ്ക്ക് നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സിന് വേണ്ടി ഒരു പ്രൂഫ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും എക്സാം എഴുതാവുന്നതാണ്. എക്സാം സെൻറ്ററിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ID പ്രൂഫ് അതിനു വേണ്ടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത റെസിഡൻസ് സ്ഥലം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അർബൻ ആണോ റൂറൽ ആണോ എന്നുള്ള ഓപ്ഷനാണ് അത്. അർബൻ ഏരിയ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏരിയകളാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ അർബൻ എന്നും, പഞ്ചായത്ത് ഏരിയകളിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ റൂറൽ എന്നും ഫില്ല് ചെയ്ത് കൊടുക്കാനാണ്. അടുത്ത നീറ്റ് ഡ്രസ് കോഡിന് നിങ്ങൾ എതിരാണോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നോ കൊടുത്താൽ മതി. യെസ് കൊടുക്കേണ്ട ആവശ്യമില്ല, നോയാണ് കൊടുക്കേണ്ടത്. അടുത്ത മോഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് നിങ്ങളുടെ നീറ്റ് എക്സാമിന് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നതെന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഏത് ഓപ്ഷൻ കൊടുത്താലും വിഷയമില്ല. ഇതൊക്കെ ജസ്റ്റ് ഒരു ഡേറ്റാബേസ് കളക്ഷന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അതായത് ഫാദറിൻ്റെ ജോലി, മദറിൻ്റെ ജോലി, ഫാദറിൻ്റെ വരുമാനം, വാർഷിക വരുമാനം, ഫാദറിൻ്റെ ക്വാളിഫിക്കേഷൻ, മദറിൻ്റെ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ ജസ്റ്റ് ഒരു ഡേറ്റാബേസ് കളക്ഷന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണെന്നേ ഉള്ളൂ. ഇതൊക്കെ തെറ്റിയാലും വിഷയമില്ല, കറക്റ്റായാലും വിഷയമില്ല.
നിങ്ങളുടെ എക്സാമിന് എഴുതുന്നതിനൊന്നും ഇത് ബാധകമല്ല, നിങ്ങളുടെ അഡ്മിഷന് ബാധകമല്ല. ഇതൊക്കെ ജസ്റ്റ് ഒരു ഡേറ്റാബേസ് കളക്ഷൻ. നിങ്ങളുടെ യാതൊരു വിധ റിസർവേഷനെയും ഈ ഒരു ഇൻഫർമേഷനുകളൊന്നും ബാധിക്കത്തില്ല. അടുത്ത നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. കറക്റ്റായിട്ട് തന്നെ 10ാം ക്ലാസ് പഠിച്ചതിൻ്റെ വർഷം, എവിടെയാണ് പഠിച്ചത്, ഏത് ബോർഡാണ് പഠിച്ചതെന്നതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. അടുത്ത +2വിൻ്റെ ഇൻഫർമേഷനാണ്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അപ്പയറിംഗ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കോഡ് 1 എന്നും, പഠിച്ചു കഴിഞ്ഞ പാസ്ഡ് കാൻഡിഡേറ്റ്സുകളാണെങ്കിൽ 2 എന്നുമാണ് കോഡ് കൊടുക്കേണ്ടതും. അപ്പയറിംഗ് ആണെങ്കിൽ 1ഉം പാസ്ഡ് ആണെങ്കിൽ 2ഉം എന്നാണ് കൊടുക്കേണ്ടതും. എക്സാം ഡേറ്റ് മെയ് 4-നാണ്, 2025 മെയ് 4-നാണ് എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അഡ്മിറ്റ് കാർഡ് മെയ് 1-നാണ് വരുന്നത്. എക്സാം സെൻറ്റർ ഇൻഫോം ചെയ്യുന്ന ഡേറ്റ്, നിങ്ങൾക്ക് എവിടെ വെച്ചാണ് എക്സാം സെൻറ്റർ, എക്സാം ഏത് ജില്ലയിൽ വെച്ചാണ് നിങ്ങൾക്ക് എക്സാം നടക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് NTA നൽകുന്നത്. ഏപ്രിൽ 26 മുതൽ നിങ്ങൾക്ക് ഈ ഒരു വിവരങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. മെയ് 1-ന് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മെയ് 4-നാണ് എക്സാം നടക്കുന്നത്. എത്രയും പെട്ടെന്ന് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് നീറ്റ് അപേക്ഷ അയക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആധാറിനകത്തോ SLC സർട്ടിഫിക്കറ്റിനകത്തോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായ സമയം ആവശ്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപേക്ഷ അയക്കുവാൻ ശ്രദ്ധിക്കുക. അപേക്ഷ അയക്കുവാൻ വേണ്ട ഡോക്യുമെൻറ്റ്സുകൾ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, SLC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ 10 വിരലിൻ്റെ ഇംപ്രഷൻ, സിഗ്നേച്ചർ, OBC SC ST EWS കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ അതിൻ്റെ റിസർവേഷൻ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ, പ്രസൻറ്റ് അഡ്രസ്സിനും പെർമനൻ്റ് അഡ്രസ്സിനുമുള്ള പ്രൂഫ്, ഇത്രയും ഡോക്യുമെൻറ്റ്സുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആധാറിനകത്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയിരിക്കണം. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മുമ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ഒരു ഇൻഫർമേഷൻ വെച്ചാൽ ഇതിനകത്ത് അബാർ ID എന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. അത് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ട ഒരു ID നമ്പർ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഈ സമയത്ത് ഈ നീറ്റിൻ്റെ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിജിലോക്കറിൽ നിന്ന് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത് അബാർ IDയും കൂടെ ഇതിനകത്ത് കൊടുത്തു പോകാവുന്നതാണ്. നീറ്റ് എക്സാമിന് ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന് ഇതൊരു മാൻഡേറ്ററി കോളമല്ല. നോ കൊടുത്താലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അബാർ ID നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക.